തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആശുപത്രികൾ വേതന നിരക്ക് ഉയർത്തിയിരുന്നു. ഈ ഒരു വിഷയത്തിൽ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിൽ ആശുപത്രിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ. വിവരങ്ങളുമായി അനീഷ് ആന്റണിയുണ്ട്. അനീഷ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അസോസിയേഷന്റേതായ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തൃശ്ശൂരിലെ സൺ ആശുപത്രിക്ക് ലഭിച്ചത്. ഈ നോട്ടീസ് പ്രകാരം ഈ മാസം 20-നകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ശമ്പള വർധന ആദ്യമായി അംഗീകരിച്ച തൃശ്ശൂരിലെ സൺ ആശുപത്രിയാണ്. ഈ സംഘടനയുടെ നിബന്ധനകൾ പ്രകാരം വ്യക്തിഗത കരാറിൽ ഏർപ്പെടുന്ന ഒരു ചട്ടമുണ്ട് പാലിച്ചില്ലെന്നാണ് നോട്ടീസിലെ പ്രധാന പരാമർശം. അതുപോലെ തന്നെ അസോസിയേഷന്റെ ഹോസ്പിറ്റലുകാരുടെ അസോസിയേഷന്റെ അനുമതിയില്ലാതെ സംഘടനയുമായി നോട്ടീസിൽ പറയുന്നു. ഇതും മറ്റൊരു കാരണമായി നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സൺ ആശുപത്രിയാണ് ആദ്യമായി ഈ UNAക്ക് ശമ്പളം, നഴ്സുമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാം എന്ന തീരുമാനമെടുത്തത്. ഈ തീരുമാനം സൺ ആശുപത്രി എടുത്തതോടുകൂടി മറ്റ് ആശുപത്രികളും സ്വാഭാവികമായും സമ്മർദ്ദത്തിലായി ശമ്പളം വർദ്ധിപ്പിക്കാനായി. ഈ കാരണവും ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം അസോസിയേഷന് ഒരു പൊതുവായ താല്പര്യമുണ്ട്. ആ താല്പര്യം സൺ ആശുപത്രി അംഗീകരിച്ചില്ല, സംരക്ഷിച്ചില്ല എന്നൊരു കാരണവും നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ട്. ഒരാഴ്ചയാണ് ഈ നോട്ടീസിന് മറുപടി നൽകാൻ, ആശുപത്രിക്ക് മറുപടി നൽകാൻ ഒരാഴ്ചയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അതായത് ഈ 20-നകം ഇതിന് മറുപടി നൽകണമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് അയച്ച നോട്ടീസ് പറയുന്നത്. അതേസമയം ഈ നഴ്സുമാർക്ക് വേതനം വർദ്ധിപ്പിച്ച് നൽകിയത് നഴ്സുമാർ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് സൺ ആശുപത്രി മാനേജ്മെന്റ് നിലപാട്. സൺ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രതാപ് വർക്കി നമ്മളോട് പറഞ്ഞത് നഴ്സുമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ നിലപാട്. അതവർ വേതന വർധനവ് നഴ്സുമാർ അറിയിക്കുന്നത് തന്നെയാണെന്നാണ് പറയുന്നത്. ഈ വേതന വർധനവ് സൺ ആശുപത്രി നടപ്പിലാക്കിയത് നഴ്സുമാരുടെ സമരം ഒഴിവാക്കാനാണ്. ഈ സമരം അവിടെ സമരം ഉണ്ടായാൽ ഈ സമരം രോഗികളെ ഗൗരവമായി ബാധിക്കും. ഈ രോഗികളെ ബാധിക്കാതിരിക്കാൻ കൂടിയാണ് UNAയുമായി ചർച്ച നടത്തിയതും ശമ്പളം വർദ്ധിപ്പിക്കാൻ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറായതുമെന്നാണ് സൺ ആശുപത്രിയുടെ MD നമ്മളോട് കഴിഞ്ഞ ദിവസം വ്യക്തമായി. ഈ സമരം ആരംഭിച്ച് നഴ്സുമാരുടെ സമരം ആരംഭിച്ച് ആദ്യ ദിനം തന്നെ സൺ ആശുപത്രിയെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കാരണം ഇവർ വേതനം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരിലെ മറ്റ് ആശുപത്രികളും ജൂബിലി, അതുപോലെ അമല, അതുപോലെ മലങ്കര തുടങ്ങിയ 5ഓളം ആശുപത്രികളും വേതന വർധനവിലേക്ക് കടന്നു വന്നു. അത് ഈ സൺ ആശുപത്രിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇതാണ് ഈ ആശുപത്രി മാനേജ്മെന്റിന്റെ സംഘടനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, രണ്ടാം ദിനം ജില്ലയിലെ 29 ആശുപത്രികളിൽ ഒരെണ്ണം ഒഴികെ മറ്റെല്ലാവരും തന്നെ ആദ്യ ദിനം രാത്രിയോടെ തന്നെ ശമ്പള വർധനവുമായിട്ട് രംഗത്ത് വന്നു. രണ്ടാം ദിനമാണ് ഒരു ആശുപത്രി മാത്രമാണ് രണ്ടാം ദിനത്തിലേക്ക് തങ്ങളുടെ ചർച്ച നീട്ടിക്കൊണ്ടുപോയത്. രണ്ടാം ദിനം 11 മണിയോടുകൂടി ഈ ആശുപത്രിയും വേതനം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഈ UNA നടത്തി വന്ന കഴിഞ്ഞ ദിവസത്തെ സമരം പെട്ടെന്നൊരു ദിവസമാണോ ഈ UNA സമരം പ്രഖ്യാപിച്ചത്? പെട്ടെന്നൊരു ദിവസമല്ലല്ലോ സമരം പ്രഖ്യാപിക്കുന്നത്. അതിന് മുമ്പ് നോട്ടീസ് നൽകിയതിന് ശേഷമല്ലേ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് അവർ പോകുന്നത്? അപ്പോഴൊന്നും ഈ ആശുപത്രി അസോസിയേഷൻ, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഈ ഒരു വിഷയത്തിലൊന്നും തന്നെ ഇടപെട്ടില്ലായിരുന്നോ? തീർച്ചയായും ഇവർ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. അതിന് മുൻപ്, ഒരു മാസം മുൻപ് ഏകദേശം സൂചനാ പണിമുടക്ക് നടത്തി. അതിനുശേഷമാണ് ഇവർ ഈ 3 ദിവസം 72 മണിക്കൂർ IC ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് കടന്നു വന്നത്. അപ്പോഴൊന്നും ഈ ആശുപത്രി മാനേജ്മെന്റോ ഈ ആശുപത്രികളുടെ സംഘടനയൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല, അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് UNA പ്രത്യക്ഷ സമരത്തിലേക്ക് 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ സമരത്തിലേക്ക് കടന്നു വന്നത്. ഇതോടെയാണ് ഈ സമരം ആരംഭിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ സൺ മെഡിക്കൽസ് ഇവർക്ക് വേണ്ടിയുള്ള വേതന വർധനവ് നടപ്പിലാക്കിയത്. ഇതോടെ മറ്റ് ആശുപത്രികളും ഈ വേതന വർധനവ് നടപ്പിലാക്കാൻ നിർബന്ധിതമായി എന്നാണ് സംഘടന പറയുന്നത്. ഇതാണ് സംഘടനയെ പ്രധാനമായും ചൊടിപ്പിച്ചത്. ഒരുപക്ഷെ സൺ ആശുപത്രി അന്ന് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകിയില്ലായിരുന്നെങ്കിൽ മറ്റ് ആശുപത്രികളും സമാന നിലപാട് സ്വീകരിക്കും. അത് ഒരുപക്ഷെ സമരം
വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സമരം വിജയിക്കുകയും ചെയ്തു. തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ആശുപത്രികളും ഈ ഇപ്പോൾ പ്രധാനപ്പെട്ട 30ഓളം വരുന്ന ആശുപത്രികൾ എല്ലാവരും തന്നെ വേതനവ് വർധനവ് നടപ്പിലാക്കി. ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഒരു വിഷയം. കാരണം ഈ ഒരു സമരം ഒരുപക്ഷെ നാളേക്ക് അടുത്ത ജില്ലകളിലേക്കും വ്യാപിക്കും. അപ്പം മറ്റു ജില്ലകളിലും ഇതുപോലെ ആശുപത്രി മാനേജ്മെന്റുകൾ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സമ്മതിക്കേണ്ടി വരും. ഇതാണ് സംഘടനയെ കൂടുതലും ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സൺ ആശുപത്രിക്ക് ഇപ്പോൾ നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ സംഘടനയ്ക്ക് മതിയായ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ആശുപത്രി സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടം വരെ എത്തിയേക്കാം. എന്തായാലും ആശുപത്രി മാനേജ്മെന്റ് ഇപ്പോഴും നഴ്സുമാരുടെ കൂടെ തന്നെയാണ്. നഴ്സുമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് തന്നെയാണ് എന്നാണ് ആശുപത്രിയുടെ ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും ആശുപത്രിയുടെ നിലപാട്. ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറായ പ്രതാപ് വർക്കി നമ്മളോട് പറഞ്ഞതും അത് തന്നെയാണ്. നഴ്സുമാർ അറിയിക്കുന്നതാണ് ശമ്പള വർധനവ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഈ സമരം സണ്ണാശുപത്രിയിൽ സമരം ഉണ്ടായാൽ രോഗികൾ ഈ വലയും. ഈ ഒരു സാഹചര്യം കൂടി ഒഴിവാക്കാനാണ് UN സംഘടനയുമായി ആലോചിക്കാതെ ചർച്ച നടത്തിയതും ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാൻ തയ്യാറായതുമെന്നാണ് ആശുപത്രി മാനേജ്മെന്റ് നമ്മളോട് പറയുന്നത്. കാരണം കാണിക്കൽ നോട്ടീസുമായി കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തൃശ്ശൂരിലെ സൺ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനീഷ്, ഒരു കാര്യം കൂടി, ഈ സൺ ആശുപത്രിക്കെതിരെ മാത്രമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയത്. ബാക്കിയുള്ള ആശുപത്രികളൊക്കെ തന്നെ ഈ വേതന വർധനവിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തിരുന്നല്ലോ സമരം തുടങ്ങിയതിന് ശേഷം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സൺ ആശുപത്രി മാനേജ്മെന്റ് പറഞ്ഞത്, ഈ സൺ ആശുപത്രി മാനേജ്മെന്റ് ഒറ്റയ്ക്കല്ല ഈ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറായത്. തൃശ്ശൂരിലെ മറ്റ് ആശുപത്രിയിലെ മാനേജ്മെന്റുമായി കൂടി ആലോചിച്ചാണ് ഒരു തീരുമാനത്തിലേക്ക് സൺ ആശുപത്രി എത്തിയത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യ ദിനം തന്നെ ഈ പറയുന്ന തൃശ്ശൂരിലെ ജൂബിലി മിഷൻ, അതുപോലെ തന്നെ അമല, അതുപോലെ മലങ്കര തുടങ്ങിയ 5ഓളം ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ തന്നെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറായതും ഈ സൺ ആശുപത്രി മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്നതാണ്. എന്തായാലും സൺ ആശുപത്രി മാനേജ്മെന്റ് ആണ് ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സംഘടനയെ ഇത് ചൊടിപ്പിച്ചതും. നാളെ സംഘടനയ്ക്ക് ഒരു പക്ഷേ ഭയമുണ്ടായിരിക്കും. നാളെ ഇത് സംസ്ഥാന വ്യാപകമായി എല്ലാ ആശുപത്രികളും, ഈ സംഘടനയ്ക്ക് കീഴിലുള്ള എല്ലാ ആശുപത്രികളും ഇതുപോലെ തന്നെ തൃശ്ശൂരിന് ചൂട് പിടിച്ച് ശമ്പളം വർദ്ധിപ്പിച്ച് നൽകേണ്ടി വരുമോ എന്ന ഭീതി ഒരുപക്ഷെ ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ സൺ ആശുപത്രിക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കാരണം കാണിക്കൽ നോട്ടീസ് സൺ ആശുപത്രിക്ക് മാത്രമാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ നൽകിയിരിക്കുന്നത്. നേഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കൃത്യമായി ദിവസങ്ങൾ നൽകിയതിന് ശേഷം, ഇത്ര ദിവസത്തിന് ശേഷം ഈ നോട്ടീസിന് മറുപടി നൽകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സംഘടനയോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്നുള്ളൊരു കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ അസോസിയേഷൻ ഒരുപക്ഷെ പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലും കടക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഇപ്പോൾ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഒരുപക്ഷെ സമരത്തിലേക്ക് പോകും. അപ്പോൾ സംസ്ഥാനത്തുള്ള മുഴുവൻ ആശുപത്രികൾ ഇത്തരത്തിലുള്ള വേതന വർധനവ് നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ള ഭയം തന്നെയാണ് അസോസിയേഷനെ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ്.